ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അയലക്കൊഴുവ മീൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്തെ തൊലി ഉരിച്ച് കളയുന്ന മീനാണ്. ഇത് കറി വെക്കാനും, മുളകിട്ട് കറി വെക്കാനും, തേങ്ങ അരച്ച് കറി വെക്കാനും, ഫ്രൈ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല മീനാണ് കിട്ടിയത്. ഇച്ചിരി വലിപ്പമുള്ള മീനാണ്. ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലുകൾ കണ്ടെന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. പിന്നീട് ഞാൻ ഈ മീൻ വെട്ടിക്കഴിയ മീൻ നല്ലതുപോലെ വരഞ്ഞ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, അതിനുശേഷം ഉപ്പ്. പിന്നെ ഞാൻ അല്ലാതെ സ്പെഷ്യൽ ഒരു മസാല എടുക്കുന്നുണ്ട്. പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ കരിയാപ്പില എല്ലാം കൂടെ ഇട്ട് ചതച്ച് നല്ലപോലെ ചതച്ചെടുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല ഇതായിട്ട് ചേർത്തിട്ട് അതിന് ശേഷം നമ്മുടെ മസാലയിലൊന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റ് പുരട്ടി വെക്കണം, നല്ലതുപോലെ മസാല പിടിക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഈ രീതിയിലൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് അഭിപ്രായം പറയണം. അതിനുശേഷം ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ആണ് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രുചികരമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ കറിവേപ്പില ഇട്ട് കൊടുത്ത് മീനെല്ലാം ഫ്രൈ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ മീൻ അധികം റൂമിൽ സ്മെല്ലും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ പകുതി വെന്തും കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും മീൻ വറുക്കുമ്പോൾ ഇങ്ങനെ അടച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത് തുറന്ന് നോക്കിയിട്ട് ഒരു ഭാഗം വെന്ത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടുത്ത ഭാഗം വേവാനായിട്ട് ഞാൻ അടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയും നമുക്ക് കുറച്ച് മതിയാവും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ. അതിനുശേഷം നമുക്ക് പിന്നീട് കുറച്ച് നേരം തുറന്ന് വെച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും മറിച്ചും തിരിച്ച് വിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറേ വെന്തും കിട്ടും. നമുക്ക് എണ്ണ അധികം വേസ്റ്റ് ആവില്ല. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഞാനിനി അത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.